വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് ഇന്നും തുടരും. ചെന്നൈ കോടാമ്പക്കത്തെ ഓഫീസിലും വീട്ടിലും ഇന്നലെ 14 മണിക്കൂർ നീണ്ട പരിശോധന അർദ്ധരാത്രിയോടെയാണ് പൂർത്തിയായത്. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനെ കോഴിക്കോടും ചെന്നൈയിലുമായി 7.5 മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറൊപ്പം ചേരുന്നു. അരുൺ, വിവരങ്ങൾ. ഇന്നും ഈ പരിശോധന തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ 2-3 വർഷമായി നിരവധി പരാതികൾ ഈ ഗോകുലം ഗ്രൂപ്പിനെതിരെ വന്നിരുന്നു, ഈ ചിട്ടി നടത്തിപ്പിനെതിരെ വന്നിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ വർഷങ്ങളായി നീണ്ട ഒരു പരിശോധനയുടെ ഒരു അവസാനത്തിലേക്കാണ് ഈ വിശദമായ ഒരു പരിശോധനയും റെയ്ഡും എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ പുലർച്ചെ മുതൽ ചെന്നൈയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും എല്ലാം തന്നെ ഈ റെയ്ഡ് നടത്തിയിരുന്നത്. റെയ്ഡിൽ 1000 കോടി രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തി എന്നുള്ള ഒരു വിവരമാണ് ഇഡി പുറത്തേക്ക് വിടുന്നത്. എന്തായാലും ഇതിൽ വിശദമായ ഒരു പരിശോധന നടത്തണം. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ഗോകുലം ഗോപാലിനെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ തന്നെ വന്നിരുന്നത്. ഇന്നലെ അർദ്ധരാത്രി വരെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഇന്നും പരിശോധന തുടരാൻ തന്നെയാണ് ഇഡിയുടെ നീക്കമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഏറ്റവും ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ ഇഡി കാണുന്നതെന്നും യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് ഇഡി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരാതികളല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലതവണ ഇത്തരത്തിലുള്ള പരിശോധനകളും നടത്തിയിരുന്നു. ഇതിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 1000 കോടി രൂപയുടെ ഒരു ക്രമക്കേട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഡി മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിന്റെ ആവശ്യമായ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്താൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു ദിവസം പൂർണ്ണമായും പരിശോധന നടത്തിയിരുന്നത്. ഇന്നലെ അർദ്ധരാത്രി വരെയും ഈ പരിശോധന ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലിനെ നേരിട്ട് ചെന്നൈയിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംശയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്നും ഈ ഒരു പരിശോധന തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. എന്തായാലും പ്രധാനമായ ചില കണ്ടെത്തൽ കൂടി ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ള ഒരു സുപ്രധാന കണ്ടെത്തലിലേക്ക് ഇഡി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ചെന്നൈയിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. കൃഷ്ണരാജ്. അരുൺ, 14 മണിക്കൂർ നേരം ഓഫീസുകളിൽ തുടരെ റെയ്ഡ്. അതിൽ പാതിയിലേറെ സമയം ചെന്നൈയിലും കോഴിക്കോടുമായി ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുന്നു. അതായത് വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു ഈ വിഷയം ഇഡി, അല്ലേ? ഇതിൽ കൃത്യമായി തന്നെ ഇഡി ഇതിനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2022 ഇഡി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 2022 ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് മുതൽ തന്നെ ഈ വിഷയത്തെ ഏറെ ഗൗരവമായി തന്നെ ഇഡി കാണുന്നുണ്ടായിരുന്നു, കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പും പല സമയങ്ങളിലും ഈ ഗോകുലം ഗ്രൂപ്പുകളിൽ ഇഡിയുടെ ഒരു പരിശോധനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും തന്നെ കാര്യമായ രീതിയിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇഡി ലഭിച്ചിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി വിവരശേഖരണം നടത്തിയതിനു ശേഷം, കൃത്യമായി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ അല്ലെങ്കിൽ ഇന്നലെ പുലർച്ചെ മുതൽ ഈ ഒരു റെയ്ഡ് ആരംഭിച്ചത്. പ്രധാനമായും ചെന്നൈയിലും അതോടൊപ്പം തന്നെ കോഴിക്കോടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 റെയ്ഡുകൾ നടന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റെയ്ഡുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ഗോകുലം ഗോപാലിൽ നിന്നും നേരിട്ട് വിവരം ശേഖരിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇഡി എടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 7 മണിക്കൂറിലധികമാണ് അദ്ദേഹത്തെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും അർദ്ധരാത്രി വരെ ഇന്നലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറ്റവും ഗൗരവമായി, ഏറ്റവും സുപ്രധാനമായ ഒരു കേസായി തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിദേശ വിനിമയ നാണയ ചട്ടത്തിലൊക്കെ അടക്കം ഒരു ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഇഡി നടത്തിയിട്ടുണ്ട്. നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് ഇന്നും തുടരും. ഇന്നലെ 14 മണിക്കൂർ റെയ്ഡ് നടന്നിരുന്നു. ഗോകുലം ഗോപാലിനെ കോഴിക്കോടും ചെന്നൈയിലുമായി 7.5 മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.